അമ്മയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു ചക്കയട എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായി നല്ല പഴുത്ത ചക്കച്ചുളകൾ എടുത്തിട്ടുണ്ട്. ഒരു 10-20 എണ്ണം ഉണ്ടായി. അതിൻ്റെ കുരു നീക്കം ചെയ്ത് അതിൻ്റെ പാടയുടെ വേസ്റ്റ് ഭാഗവും നീക്കം ചെയ്തതിന് ശേഷം നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്കിടാം. അതിനകത്തേക്ക് 1/2 സ്പൂൺ ജീരകവും ഒരു 6 ഏലക്കായും കൂടിയിട്ട് ഈ ചക്കയുടെ കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണേ മിക്സിയിലിട്ട്. എന്നിട്ട് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുതിർന്ന് വരാനായി നമുക്ക് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ അടയുടെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായി 1 കപ്പ് വെള്ളത്തിനകത്തേക്ക് 2 കപ്പ് തേങ്ങ കൂടിയിട്ട് നന്നായി കുഴച്ച് തിരുമ്മിയെടുത്താണ്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ അരിപ്പൊടി കുതിരാൻ വെച്ചത് എടുക്കാം. ഇതിപ്പോൾ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പുനീര് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കുഴയ്ക്കണം. ഈ ചക്കയുടെ വെള്ളത്തിൽ കുഴയാൻ പറ്റുമെങ്കിൽ അത് തന്നെ കുഴയ്ക്കുന്നതാണ് നല്ലത്. ഇനി അത് പോരാങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഇനി വാഴയില ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് അതിനകത്തേക്ക് നമ്മുടെ ഈ മാവ് ചേർത്ത് നമുക്ക് പരത്തി കൊടുക്കാം. പരത്തി നല്ല കനം കുറച്ച് പരത്തിയതിന് ശേഷം നമുക്കതിൻ്റെ ഫില്ലിങ് 1 സ്പൂൺ എടുത്ത് ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഈ അടയുടെ പകുതി ഭാഗത്ത് മാത്രം ഫില്ലിങ് നിരത്തി കൊടുത്താൽ മതി. നന്നായി നിരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതെടുത്ത് നടുവേ ഒന്ന് മടക്കി ഒന്ന് പ്രസ് ചെയ്യാം. നന്നായി പ്രസ് ചെയ്തതിന് ശേഷം നമുക്കതങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ നമുക്ക് എല്ലാ അടയും തയ്യാറാക്കാവേ. എല്ലാ അടയും തയ്യാറാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ച് ആവി കയറി കഴിയുമ്പം നമുക്ക് ഈ അട ഓരോന്നായി പറക്കി വെച്ച് കൊടുക്കാം. എല്ലാ അടയും വെച്ച് കഴിയുമ്പോൾ അപ്പച്ചെമ്പ് അടച്ച് വെച്ച് 25 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. നന്നായി വെന്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കി നമുക്ക് അട പുറത്തെടുക്കാം. ഇതങ്ങനെ നമ്മുടെ അട ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.